നമസ്കാരം. 2019 കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി അമിത് ഷാ ചുമതല ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യ ലക്ഷ്യം ജമ്മു കാശ്മീരിലെ ഇസ്ലാമിക തീവ്രവാദ ശക്തികളെ രാജ്യത്തിന് പുറത്താക്കുക എന്നതായിരുന്നു. അതിലേതാണ്ട് അമിത് ഷാ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ശ്രദ്ധ പതിഞ്ഞത് ചുവപ്പ് ഭീകരതയിലേക്കാണ്. കാരണം മാവോയിസ്റ്റ് ഭീകരവാദം കൊന്നു തള്ളുന്ന ഇന്ത്യൻ സുരക്ഷാ സൈനികരുടെ എണ്ണം അത്രത്തോളം ഭീമമാണ്. ഈ മാവോയിസ്റ്റ് ഭീകരവാദത്തെ അവസാനിപ്പിച്ചില്ല എങ്കിൽ രാജ്യത്തിന്റെ പല മേഖലകളുടെയും വികസനം അസാധ്യമായി തീരും. അതുകൊണ്ട് തന്നെ മാവോയിസ്റ്റുകളെ ഈ രാജ്യത്തു നിന്നും എലിമിനേറ്റ് ചെയ്യുക എന്ന കർത്തവ്യം അദ്ദേഹം ഏറ്റെടുത്തു. അതും ഇപ്പോൾ ഏതാണ്ട് അവസാനത്തോട് അടുക്കുകയാണ്. ഈ മാർച്ച് മാസത്തോടുകൂടി ഇന്ത്യ മാവോയിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദമില്ലാത്ത ഒരു രാജ്യമായി മാറും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ പണി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നടക്കുന്ന മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ ഏറ്റവും നിർണായകമായ ദിവസമാണ് ഇന്ന്. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാവോയിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി സാക്ഷാൽ തിപ്പിരി തിരുപ്പതി ദേവ്ജി എന്നറിയപ്പെടുന്ന തിപ്പിരി തിരുപ്പതിയാണ് ഇന്ന് ആയുധം വച്ച് സുരക്ഷാ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഓടൊപ്പം 16 പ്രധാനപ്പെട്ട കേഡർമാരും മല്ലരാജ റെഡ്ഡി അടക്കമുള്ള കമാൻഡർമാരും അടക്കമാണ് ഇന്ന് ഈ വലിയ സംഘം, മാവോയിസ്റ്റ് വലിയ സംഘം ഇന്ന് കീഴടങ്ങിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ തല തന്നെ കീഴടങ്ങിയിരിക്കുകയാണ്, ആയുധം വെച്ച് കീഴടങ്ങിയിരിക്കുകയാണ്. CPIM-ന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് ഈ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റ്. ആ പോസ്റ്റിലേക്ക് ഈ ദേവ്ജി എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഭീകരൻ എത്തുന്നത് 8 മാസം മുമ്പാണ്. അന്ന് നമ്പാല കേശവറാവു ആയിരുന്നു ജനറൽ സെക്രട്ടറി. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ദേവ്ജി ഈ ജനറൽ സെക്രട്ടറി എന്ന പദവിയിലേക്ക് എത്തുന്നത്. 8 മാസങ്ങൾക്ക് മുമ്പാണ് ഇദ്ദേഹം ഉയർന്ന ഈ പദവിയിലേക്ക് എത്തിച്ചേരുന്നത്. വളരെ വലിയ കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള മാവോയിസ്റ്റ് ഭീകരനാണ് ദേവ്ജി. ഇയാളുടെ തലയ്ക്ക് ഏതാണ്ട് 25 ലക്ഷം രൂപയാണ് തെലങ്കാന സർക്കാർ മാത്രം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അത്രമാത്രം ഇന്ത്യൻ സർക്കാരുകൾക്കും ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾക്കും വേണ്ടുന്ന അല്ലെങ്കിൽ പിടികിട്ടേണ്ടുന്ന ഒരു പുള്ളിയാണ് ദേവ്ജി എന്ന കൊടും ഭീകരനായിട്ടുള്ള തിപ്പിരി തിരുപ്പതി എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ്. ഈ മാവോയിസ്റ്റാണ് ഇന്ന് ആയുധം വച്ച് സുരക്ഷാ സൈനികർക്ക് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. സത്യത്തിൽ ഇത് ഗത്യന്തരമില്ലാത്ത ഒരു കീഴടങ്ങലാണ്, അല്ലാതെ മനസ്സ് മാറിയിട്ടുള്ള കീഴടങ്ങലൊന്നുമല്ല. ഗത്യന്തരമില്ലാതെ, കാരണം അങ്ങേയറ്റം വിജയത്തിലേക്ക് അല്ലെങ്കിൽ വിജയത്തിൻ്റെ ഏറ്റവും അടുത്ത പോയിന്റിലേക്ക് നമ്മുടെ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് CRPF-ന്റെയും മറ്റ് സുരക്ഷാ സൈനികരുടെയും ഒക്കെ ഉദ്യോഗസ്ഥർ രാജ്യത്തോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഈ മാർച്ചിൽ തന്നെ രാജ്യം മാവോയിസ്റ്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാത്ത ഒരു രാജ്യമായി മാറാൻ പോവുകയാണ്. കാരണം ഇനി 4 നേതാക്കന്മാർ മാത്രമാണ്, ഈ പറയുന്ന ദേവ്ജിയും അതോടൊപ്പം തന്നെ ചേതന എന്നറിയപ്പെടുന്ന ദേവണ്ണ, ഇവരടക്കമുള്ള 4 നേതാക്കന്മാരാണ് ഇനി അവശേഷിക്കുന്നത്. അവരിലാണ് ഇപ്പോൾ ദേവ്ജി കീഴടങ്ങിയിരിക്കുന്നത്. ഈ 2026 തന്നെ 57 ഇടങ്ങളിൽ ആയുധ ശേഖരം പിടികൂടാൻ സായുധ സേനയ്ക്ക് കഴിഞ്ഞിരുന്നു. മാത്രമല്ല കാട്ടിനുള്ളിൽ നിർമ്മിച്ച 175ഓളം സ്മാരകങ്ങൾ തകർത്ത് കളയാനും ഇന്ത്യയുടെ മാവോയിസ്റ്റ് വിരുദ്ധ സുരക്ഷാ സേനയ്ക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ വിജയമാണ് 2025-ലും 2026-ലും മാവോയിസ്റ്റ് വേട്ടയിൽ ഇന്ത്യയുടെ സുരക്ഷാ ഏജൻസികൾ നേടിയത്. തീവ്രവാദികളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരെ ലിസ്റ്റിട്ട് തന്നെ കൊന്നു തള്ളുകയായിരുന്നു. നിരവധി ആളുകളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിലും ഈ സർക്കാരുകൾ വിജയിച്ചിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഈ മാവോയിസ്റ്റ് അഫക്റ്റ് ആയിട്ടുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ പോലീസ് സേനകളുമായി വലിയ രീതിയിൽ സഹകരിച്ചുകൊണ്ടാണ് ഈ സംയുക്ത സംരംഭം നടത്തിയത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നടക്കം മാവോയിസ്റ്റുകളെ വേട്ടയാടിയിട്ടുണ്ട്. ഈ രീതിയിൽ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ചിട്ടുള്ള ഒരു ക്രമസമാധാന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നമാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം അഥവാ മാവോയിസ്റ്റ് ഭീകരവാദം. അതിനെ ഇന്നിപ്പോൾ തുടച്ചു നീക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ വികസനത്തിന് തടസ്സം നിൽക്കുന്ന, ഇന്ത്യയുടെ സാധാരണ ജനജീവിതത്തെ വെല്ലുവിളി സൃഷ്ടിക്കുന്ന നിരവധി നമ്മുടെ ധീര സൈനികരെ കൊന്നൊടുക്കിയ ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിനാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ നേതൃത്വത്തിലുള്ള പോരാട്ടത്തിൽ അന്ത്യം കുറിക്കുന്നത്. ആ പോരാട്ടത്തിൻ്റെ വളരെ നിർണായകമായ ഒരു ദിവസമാണിന്ന് ദേവ്ജിയുടെ ഈ കീഴടങ്ങൽ. സത്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കീഴടങ്ങൽ എന്ന് പറയുന്നത് അത് വെറുമൊരു മനസ്സു മാറിയിട്ടുള്ള കീഴടങ്ങലല്ല, മറിച്ച് ഇനി അങ്ങോട്ട് യാതൊരു നിവർത്തിയുമില്ല.
മാവോയിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വഴി അടച്ചിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ പ്രസ്ഥാനത്തിലേക്കുള്ള പണം മുഴുവൻ ഇല്ലാതാക്കി. മാത്രമല്ല, പണത്തിൻ്റെ വരവ് നിലച്ചു. ഈ അർബൻ നക്സലൈറ്റുകളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിച്ചു. അതിനുശേഷം കാട്ടിനുള്ളിലേക്ക് കടന്ന് മാവോയിസ്റ്റ് തന്ത്രങ്ങൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കി. വനത്തിനുള്ളിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിൻ്റെ അടക്കം ഇടപെടലോടുകൂടി നടത്തിയ മുന്നേറ്റം, ആ മുന്നേറ്റത്തിനാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഏത് ജനറൽ സെക്രട്ടറി ആയാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥ. ആയുധം വച്ച് കീഴടങ്ങുകയല്ലാതെ മറ്റ് യാതൊരു നടപടിയും മുന്നിലില്ലാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ നിന്നാണ് ദേവ്ജിയുടെ ഈ കീഴടങ്ങലിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം ഏതെങ്കിലും ഗ്രാമത്തിലോ ഏതെങ്കിലും നഗരത്തിലോ വച്ചിട്ടല്ല ഈ കീഴടങ്ങൽ സംഭവിച്ചിരിക്കുന്നത്. മറിച്ച് ആസിഫാബാദിലെ വനാന്തരങ്ങളിൽ നിന്നാണ് ഇയാളെ കീഴടങ്ങിയതായി പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതായത് കൃത്യമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി താവളം വളഞ്ഞ് അതിൽ കീഴടങ്ങാം അല്ലെങ്കിൽ സർക്കാരുമായി ഒത്തുപോകാം എന്ന് കൃത്യമായി അറിയിച്ച് മാപ്പ് പറയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജനറൽ സെക്രട്ടറി അടക്കമുള്ള ദേവ്ജി അടക്കമുള്ളവരെ ഇന്ന് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിൽ സർക്കാർ വിജയിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അതിനിർണായകമായ ഒരു ദിനം കൂടി കടന്നു പോവുകയാണ്. മാർച്ച് മാസത്തോടുകൂടി ഈ ഭാരതം മാവോയിസ്റ്റ് വിരുദ്ധ അല്ലെങ്കിൽ മാവോയിസ്റ്റുകൾ ഇല്ലാത്ത ഒരു രാജ്യമായി മാറും എന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ വാഗ്ദാനം അത് ഏതാണ്ട് വിജയത്തോട് അടുക്കുകയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.